ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. കൂടുതൽ ആരോട് ഈടാക്കരുത്? ചുങ്കക്കാരോടാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ അദ്ദേഹത്തിൽ എഴുതിയിരിക്കണത് എന്താണ്? കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്ന് പറഞ്ഞേ, കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ, കൂടുതൽ ആരോടും ഈടാക്കരുത്. ആരോടും എന്നുള്ള സ്ഥലത്ത് എന്തെല്ലാം വരാം. ആരോടാകാം? അപ്പനോടാകാം. കൂടുതൽ ഈടാക്കരുതെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ ആരോടും അമ്മയോടാകാം, ഭാര്യയോടാകാം. ഭാര്യയാണെന്ന് കെട്ടിപ്പോയത് കൊണ്ട് കൂടുതൽ ഈടാക്കരുത്. അതാണല്ല പ്രശ്നം. കെട്ടിപ്പോയെന്ന് ഒറ്റ കാര്യം കൊണ്ട് കൂടുതൽ ഈടാക്കുകയാണല്ല. ഈ സ്ത്രീധന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണതിനല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? അമ്മായിയമ്മക്ക് മുതലാകണില്ലല്ല മരുമകളെ കൊണ്ടുവന്നത്. കൂടുതൽ ഈടാക്കാൻ വേണ്ടി, അത് പിടിച്ച് പറിച്ച് സ്വന്തം മകൾക്ക് കൊടുക്കാൻ വേണ്ടി എപ്പോഴും മകനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ബൈബിൾ എന്താ പറഞ്ഞത്? കൂടുതൽ ഈടാക്കരുത്. ഒന്നും പറഞ്ഞേ, കൂടുതൽ ഈടാക്കരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്കാ 3:13. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഈ വേതനം കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ പിന്നെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടത്തില്ല. ഇപ്പം എന്തിന് ഇത്രയും ഈ കേരളം ഇത്രയും കടക്കെണിയെ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശമ്പളം വർദ്ധിപ്പിച്ചത് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ആദ്യം കയറിയപ്പോൾ തന്നെ ശമ്പളത്തിൻ്റെ ഹൈക്ക്, അതായത് 10 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട, 5 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട സംഭവം പിണറായി 5 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചു. എന്താണ്? ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ നിർത്താൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം എന്നാ പറ്റിയിരിക്കുകയാണ്? കാണാൻ പറ്റും, ഓണമെണ്ണ കാണാൻ പോലും ഇല്ലാതെ, വിൽക്കാൻ കാണാനില്ലാത്ത അവസ്ഥയായില്ലേ? കൂടുതൽ ഈടാക്കിയ സംഭവമാണ്. ജനങ്ങളിലേക്ക് നിന്ന് കൂടുതൽ ഈടാക്കി. KCBയുടെ ആ വാഴ മുഴുവനും KCBക്കാരൻ വന്ന് വെട്ടിക്കളഞ്ഞില്ലേ പൂവാറ്റുപുഴ? സഹിക്കാൻ പറ്റുമോ? നമ്മൾ കർഷകന് അനുകൂലമാണെന്നാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കൃഷി പോലും ഇതിന് എന്തിനു വേണ്ടിയാണ്? ഈ കറണ്ട് പോലും എന്തിനാണ്? തമിഴ്നാട്ടിലൊക്കെ കർഷകന് വേണ്ടിയാണ് കറണ്ട്. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഇപ്പം അതായത് നമ്മൾ കൃഷിക്കാരെ അവൻ്റെ ജീവിതം ഒരു പരുവത്തിലാക്കി, വിദ്യാഭ്യാസം ഒരു പരുവത്തിലാക്കി, പിള്ളേരെല്ലാം പാലായനമല്ലേ? അത് നിൽക്കണില്ലല്ലോ. നിന്നിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്. നിന്നിട്ട് പുറംവാതിലൊക്കെ നിയമനമൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് പഠിച്ച് ജോലി കിട്ടണത് എങ്ങനെയാണ്? വിശ്വാസം പോയി. ജനങ്ങളുടെ വിശ്വാസം പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൂടുതൽ ഈടാക്കൽ ഒരു അനീതിയാണ്. ശരിക്കും അനീതിയാണ്. ഇപ്പോൾ മണിപ്പൂർ സിംഗപ്പൂരാക്കാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ടവനെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിയൊഴിപ്പിച്ചില്ലേ? കൊന്നു കുടിയൊഴിപ്പിക്കുക, കൂടുതൽ ഈടാക്കുകയാണ്. ഇതൊക്കെ എല്ലാം തിരിച്ചടി വരും, ഒരിക്കലും സംശയമില്ല. നമ്മുടെ കയ്യിൽ പട്ടാളമുണ്ട്, തോക്കുണ്ട്, രാജ്യമുണ്ട്, ഭരണമുണ്ടെന്നൊക്കെ ഒരു ഗതിയുമില്ല. ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ ഇങ്ങനെ മാറണം കാണാം. പലതരത്തിലും ജീവിതവും മാറും, ലോകവും മാറും. ദൈവത്തെ മറന്ന് അധികാരികളായാലും ശരി, ഏറ്റവും താഴെയുള്ള ഞങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരായാലും ശരി, ആരായാലും ശരി, ആൾക്കാരായാലും ശരി, ഈ കൂടുതൽ ഈടാക്കരുത് എന്നുള്ളത് ഒരു ദൈവികമായ നിയമമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എങ്കിലും ഈ വിഷയത്തിൽ
ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറക്കും. എന്താ കാര്യം എന്നറിയാം മക്കളെ? ഞാനൊരു കാര്യം പച്ചക്ക് നിങ്ങൾ പറയാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും നിലനിൽക്കാൻ വേണ്ടി ആക്രാന്തം കാണിക്കുന്നത്. ആക്രാന്തം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പലിശക്കാരില്ലേ, കൂടുതൽ ഈടാക്കുകയല്ലേ. പലിശ എന്നേ കിട്ടി, മുതൽ എന്നേ കിട്ടിയതാ. ഓരോ പലിശക്കാരും നോക്കിയാൽ മതി. ഇനി നമ്മൾ വലിയ ജനകീയ സംഘമാണ് എന്നൊക്കെ പറയുന്ന സഹകരണ സംഘങ്ങൾ പോലും നോക്കിയുള്ള അവസ്ഥ എന്താണ്? അവിടെ പലിശ എന്നേ കിട്ടി, അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അവരുടെ പലിശ അവരുടെ മുതൽ എന്നേ പലിശയായിട്ട് കിട്ടി. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ സ്ഥലം, വീടിരിപ്പ് സ്ഥലം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അത് കൂടുതൽ ഈടാക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളുടെ മേലെ ഉടമ്പടി എടുക്കുന്നവരെ എന്തിനാണ് അച്ഛൻ നിങ്ങളോട് നിഷ്കർഷിക്കണത്? നിങ്ങൾക്കിതൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ഉടമ്പടിയുടെ ഒരു അൾട്ടിമേറ്റ് എയിമുണ്ട്. ഉടമ്പടി അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി പുറത്തുള്ളൊരു സൊല്യൂഷൻ അല്ല അന്വേഷിക്കണത്, അകത്തുള്ള സൊല്യൂഷനാണ്. നിങ്ങളെ പുറത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വസ്തു അടിസ്ഥാനമായ ഒരു സൊല്യൂഷനാണ് പുറത്തുള്ള സൊല്യൂഷൻ. ഉടമ്പടിയിൽ വരുന്നത് പുറത്തുള്ള സൊല്യൂഷൻ അല്ല, എക്സ്റ്റേണൽ സൊല്യൂഷൻ അല്ല, ഇൻറ്റേണൽ സൊല്യൂഷനാണ്. എന്താ അങ്ങനെ പറയണത്? ഇത് വെരി സീരിയസ് തിങ്. ഉടമ്പടി ഒരു ബാഹ്യമായ പരിഹാരം അല്ല ലക്ഷ്യം വെക്കുന്നത്, ആന്തരിക പരിഹാരമാണ്. ഈ ആന്തരിക പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോസ്തലന്മാർ ഇപ്പോൾ 11:21 എടുത്തേ. 21:6 ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 21:6 അവൻ പറഞ്ഞു വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. എന്തായി അവൻ പറഞ്ഞ സൊല്യൂഷനാണ്, ഒരു സൊല്യൂഷനാണ്. അവൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ. വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക ഒരു സൊല്യൂഷൻ അല്ലേ? പുറത്തുള്ള സൊല്യൂഷനാണ്. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാരമാണ്. എന്തിൻ്റെ? പുറത്തുള്ള പരിഹാരമാണ്. പക്ഷെ പുറത്തുള്ള പരിഹാരം അല്ലെന്ന് അവന് അറിയാം. പുറത്തുള്ള ഈ പരിഹാരമല്ല എന്നറിയാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വള്ളത്തിൻ്റെ വലതുവശത്ത് വല ഇറക്കുമ്പോഴേ അവിടെയുള്ള മത്സ്യങ്ങൾ അവിടെ വള്ളത്തെ കിട്ടുന്നതല്ല അവിടുത്തെ ലക്ഷ്യം. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പം അതിന് മനസ്സിലാക്കണമെങ്കിൽ 21:5 വായിക്കണം. യോഹന്നാൻ 21:5 വായിച്ച് ശ്രദ്ധിക്കട്ടെ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? എന്താ പ്രശ്നം? മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അർത്ഥം മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ഇവിടുത്തെ അർത്ഥം എന്താണ്? ഒരു അപ്പനും അമ്മയോടും പറയുകയാണ്, 3 പെൺമക്കളുണ്ട്, മൂത്തവനെ കെട്ടിക്കാൻ കാശുണ്ടോ? അതാണ് ചോദ്യം. അത് ചോദ്യമാണ്. ബൈബിളിൻ്റെയൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തേക്കും എഴുതിയിരിക്കണമല്ലേ. എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യൻ്റെയും വിഷയമാണ് അഭിസംബോധന ചെയ്യണത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓഫർ ലെറ്റർ വന്ന് വിസാക്ക് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതാ പ്രശ്നം. അപ്പോൾ നിങ്ങളെന്താ പറയണത്? വീടിരിപ്പ് സ്ഥലം ഉണ്ടെന്നാണ് പറയണത്. അതിന് എത്ര ഓഹരിയുണ്ട്? അതിന് 3-4 ഓഹരിയുണ്ട്. അതെല്ലാം ഇങ്ങനെ വിറ്റിട്ട് എങ്ങനെ ഇവർക്ക് കൊടുക്കണം, ഒരാൾക്ക് കൊടുക്കണത്? അപ്പനും അമ്മയും കുഴങ്ങുകയെ. വീടിരിപ്പ് സ്ഥലം വിൽക്കാവുന്നതാണ് അപ്പനും അമ്മയോടും മൂത്ത മകൾ പറയണം, കാനഡയിൽ പോകാൻ. ഞാൻ പോയാൽ എല്ലാവരും രക്ഷപ്പെടുത്താവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ മൂത്ത മകൾ വീടിരിപ്പ് സ്ഥലം വിൽക്കാമെന്ന് ഇളയ മക്കളുള്ളപ്പോൾ പറയാത്തത്? അവർക്കറിയാം ഇളയ മക്കൾ മിക്കവാറും ഇവിടെ തലമുടിയും പറിച്ചുകൊണ്ട് പോകുമെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി, നിങ്ങൾക്ക് വേണ്ടി വീട് സ്ഥലം വിറ്റ് നിങ്ങളെ കാനഡയിൽ വിട്ടാൽ നിങ്ങൾ അവിടെ പോയി ജോലി കെട്ടിയിരിക്കുമ്പോൾ അവരെ ഇവരൊക്കെ കണ്ണടച്ച് കൈയും കാണിച്ച് നിങ്ങളെ കണ്ടവൻ്റെ പുറകെ പോകുകഴിഞ്ഞാൽ വീട് സ്ഥലം ഞങ്ങൾ ബാങ്കുകാരെ കൊണ്ട് ജപ്റ്റ് ചെയ്താൽ ഞങ്ങൾ ആളുടെ എവിടെ പോയി കിടക്കും, വഴി ആധാരഭാഗത്തല്ലേ എന്ന് ചോദിക്കാൻ അവിടെ ഇളയത്തങ്ങളില്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ ചോദിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ദാറ്റ് മീൻസ് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ
പരുവക്കേടുണ്ട്. അതാണ് ആ പരുവക്കേടുള്ള ആണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. ഞാൻ പറയണത് ശുദ്ധമായ കർത്താവിൻ്റെ വചനം മാത്രമാണ്. ജീവിത ബന്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തും രഹസ്യത്തിനും അടുക്കളയിലും ഒക്കെ അമ്മയോട് വീട് വിൽക്കാൻ, സ്ഥലം വിൽക്കാൻ, അപ്പനോട് പറയുന്നതൊക്കെ പറയുമ്പോഴേ അതൊക്കെ മുമ്പ് ദൈവത്തോടൊന്ന് പറയണം. നിങ്ങൾ ദൈവത്തോടൊന്ന് പറയണം. എന്താ കാര്യം? ദൈവത്തോട് എന്താ പറയേണ്ടത്? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് പരുവം വല്ലതും ഉണ്ടോയെന്നാണ് ചോദിച്ചത് അല്ലേ? മക്കളെ മീൻ വല്ലതും ഉണ്ടോ? 21:5 ചോദിക്കണത്. അപ്പോൾ അത് അപ്പോസ്തലന്മാർ അതിനെന്താ പറയണത്? അപ്പോസ്തലന്മാർ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ഇതേ സിറ്റുവേഷൻ ലൂക്ക പറയുന്നുണ്ട്. സുവിശേഷം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 5:5 തൊട്ടുള്ള. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഈ വലയത്തിന്റെ ഒരു ഘടന കണ്ടില്ലേ? എന്താ പ്രശ്നം? നിവർത്തിയില്ല, പരുവക്കേടില്ല. ഇത് 21:6 എന്താ ചോദിക്കണത്? മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ആ ചോദ്യം ഈശോ നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്തെങ്കിലും പരുവം ഉണ്ടോ? അപ്പോൾ പത്രോസ് പറയും, അനുഭവം കൊണ്ട് ഒരു പരുവും ഇല്ല. എന്താ കാര്യം? രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചതാണ്. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് നമ്മളുടെ കഴിവ് കൊണ്ട് ബുദ്ധി, ആലോചന, സ്വാധീനം, ബന്ധം എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തു. പക്ഷെ നിവർത്തിയില്ല. അതല്ലേ ആൾക്കാരുടെ അവസ്ഥ? നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്ത വിഷയമാണെന്ന് നീ പറയണത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം ഇനി രാത്രി മുഴുവൻ അധ്വാനിക്കേണ്ട കാര്യം എന്താണ്? ഓറ്റി അടിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും പോയി ഓവർ ടൈം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ മടിയായിട്ട് അവസാനം ഒന്നിനും പോകാതെ നിങ്ങൾ വെള്ളവും അടിച്ച് അല്ലെങ്കിൽ സ്റ്റാമ്പൊക്കെ നാക്കലൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെന്താണ് മയങ്ങിക്കിടക്കണത്. ചിലർ മയങ്ങിക്കിടക്കുകയല്ലേ നാക്കയിലൊക്കെ ഒട്ടിച്ചുകൊണ്ട്. അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ സംഭവിക്കുന്നത്? പട്ടിണിയാണ്. അതുകൊണ്ട് പട്ടിണിയുടെ വിശപ്പറിയാതിരിക്കാൻ വേണ്ടി കറുപ്പ് കുഞ്ഞുങ്ങളുടെ വായി കുത്തി കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ കണ്ടതാണ് എൻ്റെ. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്, റൈസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ്. അതൊക്കെ നോക്കുമ്പോൾ ഈ രാജ്യം എത്രയോ മഹത്തരമായ ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേസമയം തന്നെ രാജ്യമായാലും നമ്മുടെ സംസ്ഥാനമായാലും അതിൻ്റെ അധികാരികളുടെ കൂടെ നിൽക്കണമെന്തിനാണ് കാര്യം? അവരെ തിരുത്തും നമ്മൾ, പക്ഷേ എന്നാലും അവരോട് സപ്പോർട്ട് ചെയ്യും. കാര്യം അവരെയാണ് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിയും ബോധവും ഉണ്ടായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശാശ്വതവും ക്ഷേമകരമായ നടപടികൾ സ്വീകരിക്കാനും അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും അവർക്ക് ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഉള്ളിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ട് ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ആശയപരമായൊരു വിശ്വാസമുണ്ട്. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചൊരു കഥയൊന്നുമില്ല. ദൈവം നിങ്ങളുടെ വിശ്വാസത്തിലല്ല ദൈവം നിലനിൽക്കണത്. പിന്നെ എന്താ കാര്യം? അതിന് ആത്മാർത്ഥമായി ആ വിശ്വാസത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ കഴിവുള്ളവൻ്റെ ആസ്തിയാണ് ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ആശയപരമായ കേവല വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തില് കറയില്ലാത്ത ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിലെ വിശ്വസ്ത തെളിയിച്ചുകൊണ്ട് ദൈവത്തെ ജീവിത പ്രശ്നങ്ങളിലെ ഇടപെടുത്താനുള്ള കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.